എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് പർച്ചേസ് ചെയ്തൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. മുമോ ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ല സപ്പോർട്ട് സിസ്റ്റം ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. മുമോ ഹോസ്റ്റിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ സപ്പോർട്ട് തന്നെയാണ്. നമുക്ക് ലൈവ് ചാറ്റ് സപ്പോർട്ട് ഉണ്ട്, അതുകൂടാതെ തന്നെ സപ്പോർട്ട് ടിക്കറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ ഹിന്ദി, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഈ 4 ലാംഗ്വേജിൽ നമുക്ക് സപ്പോർട്ട് അവൈലബിൾ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഏത് ലാംഗ്വേജ് ഉപയോഗിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇവരുടെ നമ്പരും സപ്പോർട്ട് നമ്പരും ഒക്കെ ഇവിടെ നമുക്ക് ഓൾറെഡി വിസിബിളുമാണ്. മുമോ ഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഹോസ്റ്റിംഗ് പ്ലാനിലും ഓൾമോസ്റ്റ് 70% ഓഫ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഫ്രീ ഡൊമൈൻ, അതുപോലെ ഫ്രീ വെബ്സൈറ്റ് മൈഗ്രേഷൻ, 24/7 കസ്റ്റമർ സപ്പോർട്ട്, അതുപോലെ വെബ്സൈറ്റ് ബിൽഡർ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 30 days മണി ബാക്ക് ഗ്യാരണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മുമോ ഹോസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് പ്ലാൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. അതിൽ വെബ് ഹോസ്റ്റിംഗ് പ്ലാൻസിൽ തന്നെ ഫ്രീ ഡൊമൈൻ നെയിമും ഫ്രീ SSL സർട്ടിഫിക്കറ്റും ഒക്കെ ഇവരുടെ പ്ലാനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഏതൊരാൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇന്ന് വളരെ അത്യാവശ്യമുള്ളതാണ്. കാരണം നമ്മുടെ വെബ്സൈറ്റിനെ ഹാക്കേഴ്സിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി SSL സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകതയുണ്ട്. ഇനി വെബ് ഹോസ്റ്റിങ്ങിൻ്റെ തന്നെ പലതരം പ്ലാനുകൾ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ വെബ് എക്സ്ട്രാ എന്ന് പറയുന്ന പ്ലാനാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം മെയിൻലി ഇവരുടെ .in ഡൊമൈൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്നും 5 വെബ്സൈറ്റുകൾ വരെ നമുക്ക് കണക്ട് ചെയ്യാമെന്നുള്ളതുമാണ്. പിന്നെ ഇവരുടെ സെർവർ ലൊക്കേഷൻ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സെർവർ ലൊക്കേഷനായിട്ട് നമുക്ക് മുംബൈ ആണുള്ളത്. മുംബൈയിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് നമ്മുടെ സെർവറിൻ്റെ പൊസിഷനൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിന് ലാഗ് ഒന്നും കൂടാതെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ലോഡാവും. സാധാരണ ഇന്ത്യയിലായിരിക്കത്തില്ല സെർവേഴ്സൊക്കെ, ഔട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക്കിൽ ചില ഡിലേ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഈ മുമോ ഹോസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മുമോ ഹോസ്റ്റിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇവരുടെ പ്ലാനുകൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 month മുതലുള്ള പ്ലാൻ ഉണ്ട്. 1 month നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാനാണ്. അതിന് ചെറിയ റേറ്റ് കൂടുതലാണ് അതിൻ്റെ പ്ലാൻ. പക്ഷേ 1 year അല്ലെങ്കിൽ 2 year അല്ലെങ്കിൽ 3 year ഈ 3 പ്ലാൻ ഏത് ഇതിൽ നിന്നും പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് 50% ഓഫും, അതുകൂടാതെ തന്നെ 3 വർഷത്തെ പ്ലാനിലും സെയിം റേറ്റ് ആണ് എന്നുള്ളതാണ്. മറ്റുള്ള പ്ലാറ്റ്ഫോമുകളെയൊക്കെ അപേക്ഷിച്ചിടത്തോളം അവിടെയെല്ലാം ഓരോ വർഷത്തും പല പല റേറ്റുകളാണ്, വേരിയേഷൻസ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇവിടെ 3 വർഷം നമുക്ക് 120 per month കിട്ടുന്ന അതേ റേറ്റിൽ തന്നെ 1 വർഷത്തേക്ക് പർച്ചേസ് ചെയ്താൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണ്. ഞാനിന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഒരു വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് പ്ലാനുമാണ്. വേർഡ്പ്രസ് ഹോസ്റ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 70% ഓഫ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വേർഡ്പ്രസ് ഹോസ്റ്റിങ്ങിൻ്റെ 70% ഹോസ്റ്റിംഗ് പ്ലാനിൽ വേർഡ് എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു പ്ലാനാണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് അറൗണ്ട് 120 per month ആണ് വരുന്നത്. ഇതും സെയിം ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു മുമോ ഹോസ്റ്റ് ഉപയോഗിച്ച്. മുമോ ഹോസ്റ്റിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇവിടെ വിസിബിൾ ആണ്. നിങ്ങൾക്ക് അതിലേക്ക് ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസും അന്വേഷിക്കാവുന്നതുമാണ്. ഇതിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുമോ ഹോസ്റ്റിൽ നിന്ന് നമ്മൾ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ .in ഡൊമൈൻസ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുക. .com മറ്റുള്ള ഡൊമൈൻസ് ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കത്തില്ല, അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഈ ഒരു ഫ്രീ ഹോസ്റ്റിംഗ് പ്ലാൻ ഉള്ള പ്ലാൻസ് തന്നെ, ഫ്രീ ഡൊമൈൻ കിട്ടുന്ന പ്ലാൻസ് തന്നെ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അതുകൂടാതെ നമ്മുടെ വെബ്സൈറ്റിന് ഡെയിലി 2 times ബാക്കപ്പ് ഉണ്ടാകും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് കിട്ടാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ബാക്കിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും വീണ്ടും റിവേർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് ബാക്കപ്പ്സ് 2 times മുമോ ഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി അത് എടുക്കുന്നുമുണ്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ്. ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റ് നല്ല രീതിയിൽ ലോഞ്ച് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ്. വെബ്സൈറ്റിനെ പറ്റി അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലെല്ലാം പലരും പേയ്മെൻറ്റുകളൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ആ പേയ്മെൻറ്റ്സ് എല്ലാം കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന പല ഫ്രീ ഫീച്ചേഴ്സുമാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പം നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്കുള്ളൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾക്കുണ്ട്. അതുവഴി നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് മുമോ ഹോസ്റ്റിൽ നിന്ന് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, സുബിൻ 5 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5% ഡിസ്കൗണ്ടും നിങ്ങളുടെ ഈ ഒരു പർച്ചേസിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലിങ്ക് വഴി തന്നെ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കെന്നിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം.
സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹോസ്റ്റിങ്ങുകൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അതിൽ വെബ് ഹോസ്റ്റിംഗിൽ തന്നെ ഫ്രീ ഡൊമൈൻ നെയിം, ഫ്രീ SSL സർട്ടിഫിക്കറ്റ്, അതുപോലെ അൺമീറ്റഡ് ബാൻഡ് വിഡ്ത്ത് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വേർഡ്പ്രസ് ഹോസ്റ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് വേർഡ്പ്രസ് ഹോസ്റ്റിങ്ങിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്ലാൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് ഉള്ളതെന്നുള്ളത്. അതിൽ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്ന് പറയുന്നത് വേർഡ് എക്സ്ട്രാ എന്ന് പറയുന്ന പ്ലാനാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഫ്രീ ഡൊമൈൻ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീ ഡൊമൈൻ നമുക്ക് വളരെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഡൊമൈനിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അതാണ് ഈ ഒരു പ്ലാനിലുള്ളത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും 3 ഇയർ വാങ്ങുന്നതാണ് ഈ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ലാഭം. കാരണം 50% ഓഫ് കൊണ്ട് നമുക്ക്, അതുകൂടാതെ 1 വർഷത്തേക്ക് വാങ്ങിയാലും 3 വർഷത്തേക്ക് വാങ്ങിയാലും നമുക്ക് സെയിം റേറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് 3 വർഷത്തേക്ക് വാങ്ങുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പം ഞാൻ ട്യൂട്ടോറിയലിന്റെ ഭാഗമായി ചെയ്യുന്നതുകൊണ്ട് ഞാൻ 1 ഇയർ ആണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സെർവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് മുംബൈ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ലത് സെർവർ ലൊക്കേഷൻ മുംബൈ തന്നെ കിട്ടുന്നുണ്ട്. ഏറ്റവും നല്ല സെർവേഴ്സ് അവിടെയുണ്ട്. ഇത് കൂടാതെ നമുക്ക് പല ഓഫേഴ്സും കൂപ്പൺസും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാസം നമുക്ക് 90% കൂപ്പൺ ഓഫേഴ്സ് ഒക്കെ ഇവരുടെ സൈറ്റിൽ നിന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത് കൂടാതെ എൻ്റെ ഒരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. സുബിൻ 5 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് ഇമെയിൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും അൺലിമിറ്റഡ് സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. മറ്റുള്ള പ്ലാനുകളിൽ നമുക്ക് അത്രയും ഒരു ഓപ്ഷൻ ഇല്ല. 5 സബ് ഡൊമൈൻസ് ഒക്കെ ഉള്ളൂ. ഇവിടെയെല്ലാം ഇതൊക്കെ എടുത്ത് നിങ്ങൾ ട്രൈ ചെയ്താൽ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു പ്ലാൻ സെലക്ട് ചെയ്തു. ദെൻ ഇതിനെ നമുക്ക് ആഡ് ടു കാർട്ട് ഞാൻ കൊടുക്കുകയാണ്. ഇത് ആഡ് ടു കാർട്ട് കൊടുക്കുന്നു. നമുക്ക് ഒരു ഡൊമൈൻ നെയിം നമുക്ക് വേണം. അപ്പൊ നമുക്ക് വേണ്ട ഡൊമൈൻ നെയിം സെർച്ച് ചെയ്ത് നോക്കാം. ഇതുപോലെ ഏത് ഡൊമൈൻ ആണ് നമുക്ക് ഫ്രീ ഡൊമൈൻ വേണമല്ലോ. ഫ്രീ ഡൊമൈൻ വേണമെങ്കിൽ ശരി. ഇനി അഥവാ നിങ്ങൾക്ക് ഡൊമൈൻ നെയിം വേണ്ട എങ്കിൽ നിങ്ങളുടെ ഓൺ ഡൊമൈനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ ഐ വിൽ യൂസ് മൈ എക്സിസ്റ്റിംഗ് ഡൊമൈൻ ആൻഡ് അപ്ഡേറ്റ് മൈ നെയിം സെർവർ. അതായത് ഡൊമൈൻ ഇങ്ങോട്ട് മാറ്റുന്നില്ല, ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നില്ല, പർച്ചേസ് ചെയ്തിട്ട് ഇവിടുന്ന് കിട്ടുന്ന നെയിം സെർവേഴ്സ് നമ്മളുടെ ഡൊമൈനിൽ അപ്ലൈ ചെയ്യും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് സുബിൻ ഡിജിറ്റൽ 2024 എന്ന് പറയുന്ന ഒരു ഡൊമൈനാണ്. ഞാൻ ആക്ച്വലി നമ്മൾ ഡൊമൈൻ നെയിംസ് ഒക്കെ ചൂസ് ചെയ്യുമ്പം നമ്പേഴ്സ് ഒന്നും വരാൻ പാടില്ല. ഞാൻ ട്യൂട്ടോറിയലിന്റെ ഭാഗമായതുകൊണ്ടാണ് ആ ഒരു ഡൊമൈൻ ചൂസ് ചെയ്യുന്നത്. സുബിൻ ഡിജിറ്റൽ എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സുബിൻ ഡിജിറ്റൽ സൊല്യൂഷൻസ് ഇങ്ങനെ ഒരു ഇത് ചൂസ് ചെയ്യാണ്. പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു, നമുക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് നമുക്ക് ഫ്രീ ഡൊമൈൻ കിട്ടുന്നത് .in എക്സ്റ്റൻഷനിലാണ് നമുക്ക് ഫ്രീ ഡൊമൈൻസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ .in ആയിരിക്കണം ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. .comലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പേയ്മെന്റ് ചിലപ്പം കൊടുക്കേണ്ടി വരും. അപ്പോൾ .in ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും ആ ഡൊമൈൻ അവൈലബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവൈലബിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് ഇതുപോലെ കാണിക്കും. സുബിൻ ഡിജിറ്റൽ സൊല്യൂഷൻസ് .in എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. അപ്പോൾ 699 ആണ് അതിന്റെ പ്രൈസിങ് വരുന്നത്. ഞാനത് ജസ്റ്റ് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഡൊമൈൻ സെലക്ട് ചെയ്തു. അതിനുശേഷം വേറെയും മറ്റുള്ള ഡൊമൈൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. പക്ഷെ അതിന്റെ .comലുള്ളതൊക്കെ അവൈലബിലിറ്റി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ .in നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ദെൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പൊ ഈ കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 1690, അറൌണ്ട് 1700 രൂപയാണ് നമുക്കിതിന്റെ കോസ്റ്റ് വരുന്നത്. ഇത് ആനുവലി ഉള്ളത്. ബൈനിയലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ റേറ്റ് 3300 ആവും. അതല്ലെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ
പ്ലാൻ ഉണ്ട്. അത് അറൗണ്ട് 5000 സംതിങ് ആണ്. 3 വർഷത്തെ പ്ലാനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ആനുവൽ പ്ലാൻ ആണ് ഞാൻ ആദ്യം ചൂസ് ചെയ്യുന്നത്. ആനുവൽ പ്ലാൻ ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ SSL സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മുടെ സെർവർ ലൊക്കേഷൻ വരുന്നത് ഇന്ത്യയാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ 1 വർഷത്തേക്കുള്ള DNS ഡൊമൈൻ നെയിം സെർവർ മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ ഫോർവേഡിങ് നമുക്ക് ഫ്രീ ആണ് 1 വർഷത്തേക്ക്. ഇത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഇപ്പം നമ്മൾ ഹോസ്റ്റിംഗ് പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡൊമൈനും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് ഒന്നും കൂടി എടുത്ത് പറയാം. നമുക്ക് cPanel വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് കൂടാതെ ഡൊമൈൻ രജിസ്ട്രേഷൻ ഉണ്ട്. ഇതിന് നമുക്ക് പ്രത്യേകം പേയ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഇത് അൾട്ടിമേറ്റ്ലി നമുക്ക് ആദ്യത്തെ വർഷം ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യേകം കോസ്റ്റ് ഇല്ല. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് അറൗണ്ട് 2880 രൂപ വരുന്ന പ്ലാനാണ്. അതിന് നമുക്ക് 50% ഓഫറിലാണ് 1440 രൂപ. ടോട്ടൽ നമുക്ക് എല്ലാം കൂടെ 1000 ടാക്സ് ഉൾപ്പെടെ നമുക്ക് 1700 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പം ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സുബിൻ 5 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡുണ്ട്. ഇത് നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രൊമോഷൻ കോഡിൽ ഒരു കുറച്ച് വരുത്തുക, അതായത് ഒരു 1700 എന്നുള്ളതിനകത്ത് ഒരു കുറച്ച് ഡിസ്കൗണ്ടും കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 1700 എന്നുള്ളത് ഇപ്പോൾ 1529 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും എമൗണ്ടിന്റെ ഒരു ഡിസ്കൗണ്ടും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, നിങ്ങളുടെ കമ്പനിയുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ്, ടാക്സ് ഡീറ്റെയിൽസ്, GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അക്കൗണ്ടിന്റെ പാസ്വേഡും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പേയ്മെന്റ് നിങ്ങൾക്ക് Paytm നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. ക്യാഷ് ഫ്രീ ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രൈപ്പ് മെത്തേഡ് ഉണ്ട്. ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ക്ലയന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് എൻ്റെ ഡാഷ്ബോർഡിലേക്ക് ഞാൻ ഓൾറെഡി എൻ്ററായി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരെ വന്നു. നമ്മളുടെ 1529 രൂപ എൻ്റെ ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. എൻ്റെ ആ ബാലൻസിൽ നിന്നാണ് ഞാൻ പേയ്മെന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് ബാലൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആഡ് ചെയ്തിടാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് തന്നെ പോകാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ 1529 രൂപ പേയ്മെന്റ് ചെയ്ത് ഈ ഒരു യു മസ്റ്റ് അക്സെപ്റ്റ് ദ ടേംസ് ഓഫ് സർവീസ്. അപ്പം നമുക്ക് ഇതിന്റെ താഴെ നമ്മുടെ ടേംസ് അക്സെപ്റ്റ് ചെയ്യേണ്ട ഓക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളത് ഞാൻ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതിലേക്കാണ് നമ്മളുടെ ഇമെയിലുകളൊക്കെ വരുന്നതും അതുപോലെ തന്നെ നമ്മളുടെ ഇൻവോയ്സ് ഒക്കെ നമ്മളുടെ ഫോൺ നമ്പർ ഏതാണോ കൊടുക്കുന്നത് ആ ഫോൺ നമ്പറിലേക്കാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ പർച്ചേസ് പ്രോസസ്സ് നടക്കുകയാണ് ഓട്ടോമാറ്റിക്കലി. നമുക്ക് നമ്മുടെ ഇമെയിൽ ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഇമെയിൽ റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മുമു ഹോസ്റ്റിൽ നിന്ന് നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത നമ്മളുടെ ഡൊമൈൻ അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻവോയ്സ് നമുക്കിവിടെ ഇമെയിൽ റിസീവ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നമ്മളുടെ അതുകൂടാതെ മുമു ഹോസ്റ്റിൻ്റെ കസ്റ്റമർ ഇൻവോയ്സ് ഉണ്ട്, പേയ്മെൻറ്റ് കൺഫർമേഷൻ്റെ. അതുപോലെ തന്നെ നമ്മളുടെ പുതിയ അക്കൗണ്ട് ഏതാണ് അക്കൗണ്ട് എന്നുള്ളതും അതിൻ്റെ ആദ്യത്തെ എമൗണ്ട് എത്രയാണെന്നുള്ളതും അടുത്ത റെക്കറിങ് എമൗണ്ട് എത്രയാണ് ഇനി വരിക എന്നുള്ളതും ഒക്കെ ഇവിടെയുണ്ട്. അടുത്ത ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളതിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡൊമൈൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിൻ്റെയും കൺഫർമേഷൻ എല്ലാം ഇമെയിൽ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇമെയിലുകളെല്ലാം നിങ്ങൾ സ്റ്റാർ ചെയ്തിടുന്നത് നല്ലതാണ്. പിന്നീട് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഇമെയിൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മളൊന്ന് സ്റ്റാർ ചെയ്തിടുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. ഇപ്പം മുമു ഹോസ്റ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് കണ്ടിന്യൂ ടു ക്ലയന്റ് ഏരിയ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരാം. അപ്പോൾ കണ്ടിന്യൂ ടു ക്ലയന്റ് ഏരിയ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സർവീസ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡൊമൈനും ഇവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളുടെ ഈ ഒരു cPanel വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് വേർഡ് എക്സ്ട്രാ എന്ന് പറയുന്ന മോമോ ഹോസ്റ്റിന്റെ പ്ലാൻ ആക്റ്റീവ് ആണ് എന്നുള്ളത് നമുക്കിവിടെ കാണിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ലോഗിൻ ടു cPanelഉം ലോഗിൻ ടു വെബ്മെയിലും അതുപോലെ ഇതിനെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കും ഒക്കെ ഇവിടുന്നാണ് നമ്മൾ പോവേണ്ടത്. ഇവിടുന്ന് നമുക്ക് നമ്മളുടെ പല ഡീറ്റെയിൽസും നമുക്ക് സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഫയൽ മാനേജറിലേക്ക് ലോഗിൻ ചെയ്യുന്നതുമെല്ലാം ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡൊമൈനും ഹോസ്റ്റിങ്ങും എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ വേർഡ്പ്രസ് സൈറ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മളുടെ cPanel വേർഡ്പ്രസ് ഹോസ്റ്റിങ്ങിൽ നമുക്ക് ജസ്റ്റ് ലോഗിൻ ടു cPanel ക്ലിക്ക് ചെയ്യാം. ഇവിടുന്ന് ഇപ്പോൾ ക്രിയേറ്റ് ആൻഡ് ബിൽഡ് യുവർ വെബ്സൈറ്റ് വിത്ത് വേർഡ്പ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ് യുവർ വേർഡ്പ്രസ് വെബ്സൈറ്റ് ഈസ് ബീയിങ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു cPanelലൂടെ നമ്മുടെ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുകയും ചെയ്യും. വെരി ഈസി, നമുക്ക് പല കാര്യങ്ങളും ഇവിടെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ദി അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ഇവിടെ മുകളിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും യുവർ വേർഡ്പ്രസ് സൈറ്റ് ഈസ് ബീയിങ് ക്രിയേറ്റഡ് എന്നുള്ളത്. ഇതാണ് നമ്മളുടെ cPanel ഏരിയ. ഇവിടെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഫയൽ മാനേജർ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫയൽസും കാര്യങ്ങളുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും. ഒരുപാട് വേർഡ്പ്രസിനെ പറ്റിയൊന്നും അധികം അറിയത്തില്ല, ബാക്കെൻഡിനെ പറ്റി അധികം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ അധികം കാര്യങ്ങളൊന്നും നിങ്ങൾ എഡിറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ വേർഡ്പ്രസ് മാനേജർ ബൈ സോഫ്റ്റാക്കുലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വേർഡ്പ്രസ് മാനേജർ, അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ വേർഡ്പ്രസിൻ്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് താഴെ വന്നിട്ട് ഒന്നെങ്കിൽ വേർഡ്പ്രസ് മാനേജർ ബൈ സോഫ്റ്റാക്കുലസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വേർഡ്പ്രസ് അവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഡൊമൈൻ അവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മുടെ SSL സർട്ടിഫിക്കറ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുണ്ട്. എല്ലാം അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിൻ യൂസറായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം. നമുക്ക് കൂടുതൽ യൂസേഴ്സിനെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടെ വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് എടുത്തുകൊണ്ടാണ് നമുക്കിതെല്ലാം അധികം ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ലോഗിൻ യൂസേഴ്സിൽ മാനേജ് യൂസേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളുടെ യൂസറിന്, ഇത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആയിരിക്കുന്ന ഒരു യൂസറാണ്. അപ്പോൾ ഈ യൂസറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു പാസ്വേഡൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാനിവിടെ ഒരു പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നു. യൂസർ നെയിം എന്നുള്ളത് സുബിൻ DIG എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് സേവ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ പാസ്വേഡ് ചേഞ്ച് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ വേർഡ്പ്രസ് സൈറ്റിൻ്റെ സെക്യൂരിറ്റി ബാക്ക് ടു സേഫ്റ്റി എന്നുള്ളതാണ്. ഇതിപ്പം ഒരു തവണ നമ്മളിതൊന്ന് സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇനേബിൾ ആയിക്കോളും. നമ്മളുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ SSL സർട്ടിഫിക്കറ്റ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു എറർ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ HTTPS എന്നുള്ളത് നമ്മുടെ സെക്യൂരിറ്റി SSL സർട്ടിഫിക്കറ്റ് ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ SSL സർട്ടിഫിക്കറ്റ് ആക്റ്റീവ് ആവാനായിട്ട് നമുക്ക് നമ്മളുടെ cPanelലേക്ക് ഒന്നുകൂടെ വരാം. അതിനുശേഷം നമ്മളുടെ ഡൊമൈൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. SSL സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ SSL സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ SSL സർട്ടിഫിക്കറ്റിൽ റൺ ഓട്ടോ SSL എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓട്ടോ SSL നമുക്ക് ജസ്റ്റ് ഇനേബിൾ ആക്കുക. ഈ ഓട്ടോ SSL ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോ SSL ഒന്ന് ആക്റ്റീവായി വരും. ഓട്ടോ SSL ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ,
നമ്മുടെ വെബ്സൈറ്റിൻ്റെ SSL ഇപ്പോൾ ആക്റ്റീവായി എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. നമുക്കിനി ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ നമുക്ക് cPanel ഏരിയയിലേക്ക് തിരിച്ചു വരാം. അതിനുശേഷം നമ്മൾ cPanel എത്തിയതിന് ശേഷം നമ്മളുടെ SSL സർട്ടിഫിക്കറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഡൊമൈൻ വാലിഡേറ്റഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മളുടെ വെബ്സൈറ്റ് SSL സർട്ടിഫിക്കറ്റ് ഇനേബിൾ ആയിട്ടുണ്ട്. കണക്ഷൻ ഈസ് സെക്യൂർ ആണ്. ഓൾറെഡി ലോക്ക് സിമ്പിൾ വന്നിട്ടുണ്ട്. ഇത് ഡെമോ ആയിട്ട് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ഒരു ഫീച്ചറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, എന്നാൽ ഇതിനെ ഇനി നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡൊമൈൻ കഴിഞ്ഞതിന് ശേഷം WP admin എന്നുള്ള രീതിയിൽ URL ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് സുബിൻ ഡിജ് എന്ന് പറയുന്ന യൂസർ നെയിമാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഇമെയിൽ ID കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ലോഗിൻ ജസ്റ്റ് ട്രൈ ചെയ്യുന്നു. അപ്പം നമ്മൾ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു. ഇപ്പം നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ്. അതിൻ്റെ ഡാഷ്ബോർഡാണിത്. ഈ വെബ്സൈറ്റിൻ്റെ ചേഞ്ചസ് എല്ലാം വരുത്തേണ്ടത് നമ്മൾ ഈ ഡാഷ്ബോർഡിലൂടെയാണ് ഈ വെബ്സൈറ്റിൻ്റെ ചേഞ്ചസ് എല്ലാം വരുത്തേണ്ടത്. ഈ ഒരു ഇൻ്റർഫേസ് വരെ എത്തുവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തത് cPanel ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള മുമു ഹോസ്റ്റാണ്. നമ്മളുടെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഏരിയ ഫുള്ള് ഇവരുടെ അണ്ടറിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിന്യൂവൽ സർവീസസും എല്ലാം നമ്മൾ ഇവരിലൂടെയാണ് ചെയ്യുക. ഇവിടുന്ന് നമ്മൾ cPanelലേക്ക് ലോഗിൻ ചെയ്തു. cPanelൽ നിന്ന് നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ ഓട്ടോ ഇൻസ്റ്റാളേഷൻ നടത്തി. ഓട്ടോ ഇൻസ്റ്റാളേഷൻ നടത്തിയതിന് ശേഷം നമ്മളുടെ SSL സർട്ടിഫിക്കറ്റ് നമ്മൾ വീണ്ടും cPanelലെത്തി അത് വാലിഡേറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്തു. അത് വാലിഡേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇതിനിടയിൽ വെച്ച് നമുക്ക് നമ്മളുടെ പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ നമുക്കതിനെ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്കിവിടെ താഴെ വേർഡ്പ്രസ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഒരു സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റാക്കുലസ് പ്രൊവൈഡ് ചെയ്യുന്ന വേർഡ്പ്രസ് മാനേജർ. ഇതുവഴിയാണ് നമ്മളത് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത്രയും വരെയുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നുകൂടെ പറഞ്ഞു തന്നതാണ്. ഇനി നമ്മളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിലെ നമ്മളൊരു നല്ലൊരു വെബ്സൈറ്റ് ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളിനി നമ്മളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഡാഷ്ബോർഡ് ഇൻ്റർഫേസ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ടെക്നിക്കൽ ഇഷ്യൂസോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ മുമു ഹോസ്റ്റിൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ വന്നിട്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുവഴി നിങ്ങൾക്ക് ഓപ്പൺ ടിക്കറ്റ് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ്സ്, അതായത് നിങ്ങളുടെ സർവീസ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ നോളജ് ബേസ് ആർട്ടിക്കിൾസും ഒക്കെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ മുമ്പ് പോസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അനൗൺസ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഏരിയയിൽ ഉണ്ടാവാറുണ്ട്. ഇനി അതുകൂടാതെ ഇവിടെ നമുക്ക് ലൈവ് ചാറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഒരു ലൈവ് ചാറ്റ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ലോഗിൻ വിത്ത് വെബ് മെയിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നമ്മളുടെ ഇഷ്യൂ ഹായ് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലൈവ് ചാറ്റിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ് എന്തെങ്കിലും സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും അയച്ചു കൊടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മുമു ഹോസ്റ്റിൻ്റെ ഈ ഒരു ലൈവ് ചാറ്റ് ഫീച്ചറോ അതല്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ടിലുള്ള ഈ ഒരു ഫീച്ചറോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഓരോരുത്തർ ജോയിൻ ചെയ്തു. താങ്ക് യു ഫോർ കോൺടാക്ടിങ് മുമു ഹോസ്റ്റ്, ഹൗ മേ ഐ ഹെൽപ്പ് യു. അപ്പം ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു, ജസ്റ്റ് ചെക്കിങ് എന്ന് മാത്രം ഞാൻ കൊടുക്കുന്നു. അപ്പം നമുക്ക് ഇത്രയും മിനിറ്റ് സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് റിപ്ലൈസ് ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
എല്ലാ ഭാഷയിലുമുള്ള ആളുകൾ ഇതിലുണ്ട്, മലയാളികളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. അപ്പം ചാറ്റ് സപ്പോർട്ടിലാണെന്നുണ്ടെങ്കിലും കോൾ സപ്പോർട്ടിലാണെങ്കിലും ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, ഹിന്ദി ഇതെല്ലാം നമുക്ക് സപ്പോർട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇത് 24/7 ആണ്, അല്ലാതെ ഇങ്ങനെ ഒരു ടൈമില്ല. ഏത് സമയത്തും നിങ്ങൾക്ക്, ഏത് രാത്രിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റം ഇവരുടെ അടുത്ത് വന്ന് ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വേഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോവാം. വേഡ്പ്രസ് ഡാഷ്ബോർഡിലേക്ക് പോയി ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ സൈഡിൽ കാണുന്ന ഡാഷ്ബോർഡ്സ് എല്ലാം എല്ലാവരും പഠിക്കുക. ഇതിനകത്ത് ജനറൽ സെറ്റിംഗ്സ്, വേഡ്പ്രസിൻ്റെ സെറ്റിംഗ്സ് എല്ലാം ഇവിടെയാണുള്ളത്. ഇതിൽ ജനറൽ എന്ന് പറയുന്നൊരു ഏരിയയിലേക്ക് നമുക്ക് പോവാം. ജനറൽ എന്ന് പറയുന്ന ഏരിയയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ എവറിത്തിങ് ഇങ്ക് എന്നാണ് കിടക്കുന്നത്. അതായത് ഈ കാണുന്ന പേരാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ മെയിൻ ടാബിലും ആ പേര് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത് മാറ്റി ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് സുബിൻ ഡിജിറ്റൽ സൊല്യൂഷൻസ് എന്ന് എൻ്റെ ഡൊമൈൻ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡൊമൈൻ നെയിം പേര് അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇമെയിൽ ഇവിടെ കിടക്കുന്നത് ഇതാണ്. ഇതെനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അത് നമ്മളുടെ ഇഷ്ടം. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സുബിൻ ഡിജിറ്റൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ആ ഒരു ചേഞ്ചസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ജനറലിനകത്തും റൈറ്റിങ്ങിലും റീഡിങ്ങിലും ഒക്കെയുള്ള പല ചേഞ്ചസും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ജനറൽ സെറ്റിംഗ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് പെർമാലിങ്ക്സ്. അതായത് നമ്മുടെ URL സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ മോമോ ഹോസ്റ്റിൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു URL സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രക്ചർ ഏരിയ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ പെർമാലിങ്ക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെർമാലിങ്ക്സിനകത്ത് എല്ലാവരും യൂഷ്വലി കൊടുക്കാറുള്ളത് പോസ്റ്റ് നെയിം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അതുകൂടാതെ ഇപ്പോൾ കുറച്ച് എക്സ്റ്റേണൽ ഫീച്ചേഴ്സും കൂടെയൊക്കെ വന്നിട്ടുണ്ട്. എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്സോ കാറ്റഗറീസോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി ബേസസ് ഒക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് നമ്മളുടെ ഡൊമൈൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ബാർ ഇട്ടിട്ട് എബൌട്ട് അസ്, സർവീസസ്, കോണ്ടാക്ട് അസ് എന്നൊക്കെയുള്ള ആ ഒരു പോസ്റ്റ് നെയിം കൃത്യമായിട്ട് വരുന്നതാണെങ്കിൽ ആ പോസ്റ്റ് നെയിം വരുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. നമ്മളുടെ ആ ഒരു URL സ്ട്രക്ചർ കാണാനായിട്ടുള്ളൊരു ഭംഗിയും ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴുമൊക്കെ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം നമ്മൾക്ക് എന്തൊക്കെ ടൂൾസാണ് അവൈലബിൾ ആയിട്ട് ഇവിടെ ഉള്ളതെന്നുള്ളതുണ്ട്. അവൈലബിൾ ടൂൾസിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും നമ്മുടെ സൈറ്റിൻ്റെ ഹെൽത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും നമ്മുടെ തീം ഫയൽ എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ. കൂടുതലും ഡെവലപ്പേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ബാക്ക് എൻഡ് ഡീൽ ചെയ്യുന്നവരാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ യൂസേഴ്സ്, എത്ര യൂസേഴ്സ് ഉണ്ട് എന്ന് നമ്മുടെ സൈറ്റിലുണ്ട് എന്നുള്ളത്. ഇപ്പം ഞാൻ ഒരു യൂസറാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. നമുക്ക് ഒന്നിൽ കൂടുതൽ യൂസേഴ്സിനെ ഇവിടുന്ന് നമുക്ക് ആഡ് ചെയ്യാം. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോമോ ഹോസ്റ്റിൻ്റെ ഡാഷ്ബോർഡിലൂടെ നമുക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യാം. നമ്മുടെ പാനലിൽ പോയിട്ട് അതുവഴി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീടുള്ളത് നമ്മുടെ അപ്പിയറൻസ് ആണ്. അപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഈ ഒരു അപ്പീലിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ ഈ ഡിസൈനും കാര്യങ്ങളുമൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പിയറൻസിൽ തീംസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയതിനു ശേഷം നമുക്ക് പുതിയ ഏതെങ്കിലുമൊക്കെ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ സ്ട്രക്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2024 എന്ന് പറയുന്ന ഒരു ഫ്രീ തീമാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ മാറ്റി മറ്റൊരു തീം ആക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ചെയ്യാനുള്ളതാണ്. നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന കമൻസും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ഓപ്ഷനിലുള്ളത്. ഇത് നമ്മളുടെ പേജസ് ആണ്. ഏതൊക്കെ പേജസ് ആണ് നമ്മളുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ 2 പേജുകളാണ് ഉള്ളത്. അതായത് പ്രൈവസി പോളിസി പേജും പിന്നെ ഒരു സാമ്പിൾ പേജും എന്നുള്ളതാണ് ആകെ ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ള പേജസ് ഒന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് മെനൂസ് പോലെ ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ. ഇത് സിംഗിൾ പേജിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ പ്രൈവസി പോളിസി പേജ് എന്ന് പറയുന്ന പേജും ബാക്കിയുള്ള പേജുകളുമൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. എന്നാലും നമ്മുടെ പേജസ് എല്ലാം ഇവിടെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. നമ്മളുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസും അതുപോലെ തന്നെ മറ്റ് വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഏരിയയിലാണ്
ഉണ്ടാവുക, നമ്മളായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഫയൽസൊക്കെ. പിന്നെ നമ്മൾ റെഗുലറായിട്ട് ഇടുന്ന ബ്ലോഗ് പോസ്റ്റുകളോ കണ്ടന്റുകളോ ഒക്കെ പേജസ് പോലെ തന്നെ ഉള്ള ഒരു ഇതാണ്. പക്ഷേ ഈ ബ്ലോഗ് പോസ്റ്റുകൾ ഇടുമ്പോൾ നമുക്ക് കാറ്റഗറികളും ടാഗുകളും ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ബ്ലോഗ് പോസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ഡെമോ പോസ്റ്റാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് ബൈ അഡ്മിൻ അൺകാറ്റഗറൈസ്ഡ് ആയിട്ട് ഇതിൻ്റെ കാറ്റഗറിയൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബ്ലോഗ് പോസ്റ്റൊക്കെ നമുക്ക് ഇടണമെങ്കിൽ അതും ഇടാവുന്നതാണ്. അപ്പോൾ ഇതാണ് ജനറലി ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ്. വേഡ്പ്രസ് ലോഗൗട്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതുവഴി നമുക്ക് ലോഗൗട്ട് ചെയ്യാം. നമ്മളുടെ പ്രൊഫൈൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സൈഡിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ റൈറ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മളുടെ ഫുൾ നെയിമും ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മളുടെ ഇമേജും അവതാറും ഒക്കെ നമുക്ക് കൊടുക്കാം. നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളതുണ്ട്. വേറെ എവിടെയെങ്കിലും ഒക്കെ ലോഗിനായി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻലി നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലഗിൻസ് എന്ന് പറയുന്ന ഏരിയയെ പറ്റി നമ്മൾ സംസാരിച്ചില്ല. പ്ലഗിൻസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ പല ഫങ്ഷൻസിനും വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്യാം. നമ്മളുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന പോലെ ഈ വെബ്സൈറ്റിൻ്റെ പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് പ്ലഗിൻസ് ആണ്. അപ്പോൾ ഈ പ്ലഗിൻസും നമുക്ക് ആവശ്യമുള്ള തീംസും ഒരുമിച്ച് കമ്പൈൻ ചെയ്താണ് നമുക്ക് നല്ലൊരു സ്ട്രക്ചേർഡ് വേഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് നമുക്കൊരു തീം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് വേഡ്പ്രസ് തീമുകളുണ്ട്. നമുക്ക് ആഡ് ന്യൂ തീം എന്നുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ തീമുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സൈറ്റൊക്കെ വേഡ്പ്രസ് ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എന്നാലും നമുക്ക് ഇവിടുന്ന് കുറേ ഫ്രീ തീമുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാതെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രീ തീമുകളുമൊക്കെ ഉണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഫ്രീ തീമാണ് ഈ ആസ്ട്ര എന്ന് പറയുന്ന ഒരു തീം. ഇത് നമുക്ക് ഫ്രീ തീമാണ്. ഇപ്പം ഈ തീം നമുക്ക് ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആസ്ട്ര തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു കുറച്ച് പ്ലഗിൻസും കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മളുടെ തീം ആക്ടിവേറ്റ് ആയി. അപ്പോൾ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 2024 എന്ന് പറയുന്ന ഈ ഒരു തീം മാറി ഇപ്പോൾ ആസ്ട്ര എന്ന് പറയുന്ന ഈ ഒരു തീമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർഫേസിൽ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ നമുക്കിപ്പോൾ കാണാം. പവേർഡ് ബൈ ആസ്ട്ര വേഡ്പ്രസ് തീം എന്നാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ നമ്മൾ ആസ്ട്ര എന്ന് പറയുന്ന ഒരു തീം ഇട്ടത് കൊണ്ട് മാത്രം ആസ്ട്രയുടെ എല്ലാ ഇൻ്റർഫേസും അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രക്ചർ എല്ലാം ഇങ്ങോട്ടേക്ക് വരത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്ട്രയ്ക്ക് ഇവിടെ ഓൾറെഡി ഒരു ഡാഷ്ബോർഡും കാര്യമൊക്കെ ഉണ്ട്. ആസ്ട്രയുടെ സൈറ്റ് ഐഡൻറ്റിറ്റി സെറ്റപ്പ് ചെയ്യാനും ഇതിനുമൊക്കെ. അപ്പോൾ ആസ്ട്രയിൽ തന്നെ ആസ്ട്രയുടെ ഒരു ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഒരു പ്ലഗിൻ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആസ്ട്രയിൽ തന്നെ ആസ്ട്ര തീമിന് സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇവരിവിടെ തരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ചില യൂസ്ഫുൾ പ്ലഗിൻസ് ആസ്ട്രയുമായി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ചില യൂസ്ഫുൾ പ്ലഗിൻസ് ഇവരിവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റുകൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സഹായമുണ്ടാകും. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡിൽ കാണുന്ന ആ ഒരു ഡിസൈൻ സ്ട്രക്ചർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെയുമുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ആൻഡ് ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വൺ ടച്ചിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഡിസൈൻ സ്ട്രക്ചർ എങ്ങനെ വേണമെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആയി എന്നാണ് കാണിക്കുന്നത്. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ലോഡ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ളത് ഏത് ടെംപ്ലേറ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പാണ് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് പറയുന്നത്.
ഒന്ന് ക്ലാസിക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ്, അതുപോലെ തന്നെ AI വെബ്സൈറ്റ് ബിൽഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്ലാസിക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് തന്നെ ബിൽറ്റ് വിത്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ടെംപ്ലേറ്റ്സിനകത്ത് വരുന്ന പല ഡിസൈനുകളെയും നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, അപ്പോൾ അതായത് ഈ ഒരു പോസ്റ്റ് കമൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള സഹായം നമുക്ക് പലപ്പോഴും ആവശ്യമാണ്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസിലൂടെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ബിൽഡറുകളുണ്ട്. അതിൽ വേർഡ്പ്രസ് ബ്ലോക്ക് എഡിറ്റർ ഉണ്ട്, എലമെൻഡർ ഉണ്ട്, ബീവർ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ എലമെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഒരു ബിൽഡറാണ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡറാണ്. അപ്പോൾ എലമെൻഡർ സപ്പോർട്ട് ചെയ്യുന്ന ചില തീമുകൾ നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് തന്നെ പ്രീമിയം തീമുകളുമുണ്ട്. ഇത് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് തരുന്ന ചില പ്രീമിയം തീമുകളാണ്. ഇതിനകത്ത് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തീം ഞാൻ വേണമെങ്കിൽ എനിക്കെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരെണ്ണം എടുക്കാം. ഇത് വിഷ്വൽ ആർട്ടിസ്റ്റ് പോർട്ട്ഫോളിയോ. ഇപ്പം ഞാനൊരു പേഴ്സണൽ സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്, അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈറ്റിൻ്റെ നേച്ചറുകൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പ്രകാരം നിങ്ങളുടെ എങ്ങനത്തെ സൈറ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ഒരു സൈറ്റ് വേണം, തീം വേണം, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് വേണം നിങ്ങളിവിടെ ചൂസ് ചെയ്യാനായിട്ട്. ഇതിൽ ഞാൻ ഈ ഒരു നോർമൽ സൈറ്റാണ് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. ഇതിന് ഞാൻ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പിന്നീട് ചെയ്യേണ്ടത്, ഇപ്പോൾ റിച്ചാർഡ് ഹാരിസ് എന്നുള്ള പേരിലുള്ള ഒരു ഡിസൈനാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണോ ഞാൻ വരുത്തേണ്ടത് അതെല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുത്താൽ മതി. എപ്പം നമ്മളൊരു ലോഗോ അപ്ലോഡ് ചെയ്യണം, 180x60 പിക്സൽസിൽ ഒരു ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവർ തന്നെ ഇവിടെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോന്നും ഇങ്ങനെ നമ്മളുടെ കളർ കോഡ് ഏത് വേണം, ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കളർ കോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ റെഡും ഈ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൂടാതെ ഇനി ഗ്രീൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ നോക്കിയാൽ ഇതിപ്പോൾ ഗ്രീൻ ആയിട്ടുണ്ട്, ഈ ഒരു മെനുവും കാര്യങ്ങളുമൊക്കെ. അതുപോലെ തന്നെ അണ്ടർലൈൻസ് ഒക്കെ ഈ ഒരു കളർ കോഡ്. അപ്പോൾ അങ്ങനെ പല കളർ കോമ്പിനേഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കളർ കോഡ് നമ്മളുടെ ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു കളർ കോഡ് ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഫോണ്ടിൻ്റെ കോമ്പിനേഷൻസ് ഇവിടെ ഇവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഫോണ്ട് ഏതൊക്കെ രീതിയിൽ വരണം, ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ ചേഞ്ചസ്, അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ പേരും കാര്യങ്ങളുമൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടർ ടെംപ്ലേറ്റിലൊന്ന് രജിസ്റ്റർ ചെയ്യണം. ഞാൻ ജസ്റ്റ് സുബിൻ, ഞാൻ എൻ്റെ വർക്ക് ഇമെയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അത് കൊടുക്കുക. നമ്മളുടെ ഇമെയിൽ ID ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നമ്മൾ ഒരു ഫ്രഷർ ആണോ, ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ബിഗിനർ എന്ന് കൊടുക്കുക. ഇൻ്റർമീഡിയറ്റ് ഓർ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുക. എനിക്ക് വേണ്ടിയാണോ അതോ എൻ്റെ ക്ലയൻറ്റിന് വേണ്ടിയാണോ അത് കൊടുക്കുക. നമ്മൾ അവരുടെ പ്രൈവസി സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂസ് ലെറ്റേഴ്സും ഒക്കെ റിസീവ് ചെയ്യാൻ റെഡിയാണെന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വിഡ്ജറ്റുകൾ, ആവശ്യമുള്ള പ്ലഗിനുകൾ, ആവശ്യമുള്ള കണ്ടൻറ്റുകൾ എല്ലാം നമ്മളുടെ ഈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ സ്റ്റാർട്ടർ ടെംപ്ലേറ്റിന് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. എന്നിട്ട് സ്റ്റാർട്ട് ആൻഡ് ബിൽഡ് മൈ വെബ്സൈറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വെരി സിമ്പിൾ. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ആവുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള തീമുകൾ, പ്ലഗിൻസ്, ഫോംസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എല്ലാം സെറ്റപ്പ് ചെയ്തു. നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് കംപ്ലീറ്റ്ലി ഇതൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് 1 മിനിറ്റ് 43 സെക്കൻഡാണ് നമുക്ക് എടുത്തത്. എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയി. ഇനി നമുക്ക് നമ്മളുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ സുബിൻ ഡിജിറ്റൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വെബ്സൈറ്റ് ഇപ്പം നമ്മളുടെ ഈ ഒരു സുബിൻ ഡിജിറ്റൽ സൊല്യൂഷൻസിലേക്ക് ആ ഒരു ടെംപ്ലേറ്റ് അപ്ലൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മൾ ആദ്യം കണ്ട ആ ഒരു സൈറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇതിന് താഴെ ഉള്ള ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങൾ ഇനി നമുക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇനി അതിനെപ്പറ്റിയാണ് പഠിക്കുക. നമുക്ക് 3 പേജുകളാണ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് അയക്കുന്നത്. ഹോം എന്ന് പറയുന്നൊരു പേജ്, വർക്ക് എന്ന് പറയുന്നൊരു പേജ്, അതുപോലെ തന്നെ കോണ്ടാക്ട് എന്ന് പറയുന്നൊരു പേജ്.
അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിലേക്ക് ഡാഷ്ബോർഡിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നേരത്തെ നമ്മൾ കണ്ട ഡാഷ്ബോർഡേ അല്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലഗിൻസിൽ എലമെൻറ്റർ വന്നു കഴിഞ്ഞു, ടെംപ്ലേറ്റ്സിൽ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് വന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ ആസ്ട്രയുടെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പോസ്റ്റുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പോസ്റ്റുകളൊന്നും വന്നിട്ടില്ല. പേജുകൾ പുതിയത് ഏതെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ 2 പേജ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഹോം, അതുപോലെ തന്നെ വർക്ക്, അതുപോലെ തന്നെ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന 3 പേജ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ വെബ്സൈറ്റ് നമുക്ക് പല ടെംപ്ലേറ്റുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത ഒരു വെബ്സൈറ്റിനെ ഇനി നമുക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഏത് പേജ് എടുത്തു കഴിയുമ്പോഴും ഇതിൻ്റെ മുകളിൽ എഡിറ്റ് വിത്ത് എലമെൻറ്റർ, നമ്മൾ എലമെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സ്റ്റാർട്ടർ ടെംപ്ലേറ്റിൻ്റെ ടൈമിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഈ ഡിസൈനിലെ പല കാര്യങ്ങളെയും എഡിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ എഡിറ്റ് വിത്ത് എലമെൻറ്റർ ഏത് പേജാണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടത് ആ പേജിലേക്ക് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഹായ് ഐ ആം എ വിഷ്വൽ ഡിസൈനർ എന്നുള്ളതിന് പകരം ഞാനിപ്പോൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് ഞാൻ കൊടുക്കുന്നു. ബേസ്ഡ് ഇൻ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ബേസ്ഡ് ഇൻ കൊച്ചി. ഓക്കെ, കൊച്ചി എന്നുള്ളത് കൊടുക്കുന്നു. ഹായ് ഐ ആം എ ഡിജിറ്റൽ മാർക്കറ്റർ ബേസ്ഡ് ഇൻ കൊച്ചി എന്നുള്ളത് കൊടുത്തു. അടുത്തത് ഇവിടെ ഒരു ഇമേജ് ഉണ്ട്. ഈ ഇമേജ് മാറ്റി എനിക്ക് എൻ്റെ ഇമേജ് ആക്കി വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എൻ്റെ ഏതെങ്കിലും അവൈലബിൾ ഇമേജ് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ഇമേജ് ഇവിടെ ഐ ആം എ ഡിജിറ്റൽ മാർക്കറ്റർ ബേസ്ഡ് ഇൻ കൊച്ചി എന്നുള്ള രീതിയിൽ വന്നു. അടുത്തത് ഇതിന് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ എഡിറ്റ് വിത്ത് AI എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. സ്റ്റെപ്പ് ഇൻ ടു ദ ഫ്യൂച്ചർ ഓഫ് എലമെൻറ്റർ AI എന്ന് പറഞ്ഞ് AI കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് ChatGPTയോ മറ്റുള്ള ടൂൾസോ ഉപയോഗിച്ച് നിങ്ങൾക്കിത് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇവിടെ കാണുന്ന ഓരോ ഇമേജുകളും നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ചൂസ് ഇമേജ് ചേഞ്ച് ചെയ്ത് പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഇതിനിടയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിനിടയിൽ മറ്റൊരു ബ്ലോക്ക് കൂടെ വരണമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു കണ്ടെയ്നർ ആഡ് ചെയ്യാം. കണ്ടെയ്നറിനകത്ത് നിങ്ങൾക്ക് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം 4 കോളമുള്ള അല്ലെങ്കിൽ 4 റാക്കായിട്ടുള്ള ഒരു ബ്ലോക്കാണോ വേണ്ടത്, 2 ബ്ലോക്കുകളുള്ള ഒരു ബ്ലോക്കാണോ വേണ്ടത്, അതേതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനത്തെ സ്റ്റൈലിലുള്ളതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം 4 എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഈ 4 ബ്ലോക്കുകൾ ഇതിനകത്ത് ഒരു സിംഗിൾ ബ്ലോക്കിനകത്ത് ഒരു 4 ചെറിയ ബ്ലോക്കുകളുള്ള ഒരു ഇത് ഇവിടെ ഇമ്പോർട്ട് ആവും. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ എന്നുള്ളത് നമുക്ക് ഇമേജസ് ആണോ, വീഡിയോസ് ആണോ, ടെക്സ്റ്റ് ആണോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺസ് ആണോ, നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഇപ്പം ഞാൻ ഐക്കൺസ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഐക്കൺ നമുക്ക് ഞാൻ ഇതിനകത്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അതുപോലെ ഇതിനകത്തും നമുക്ക് ഒരു ഐക്കണാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കും. ഇപ്പം ഐക്കൺ ലൈബ്രറിയിൽ പോയതിന് ശേഷം ഞാൻ പലതരം ഐക്കൺസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഐക്കൺ നമുക്ക് ഇങ്ങോട്ടേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ നമുക്കിതിനെ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള കസ്റ്റം ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടേതായ രീതിയിൽ, ഇത് വേണ്ട എങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ താഴെ കാണുന്ന ഓരോ ഓപ്ഷൻസും ടൈം എടുത്ത് ഇതിൻ്റെ ഡിസൈൻ ഈ സ്റ്റൈലുകളിൽ അധികം എഡിറ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ് നിങ്ങളുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യുക. ഞാൻ വേർഡ്പ്രസ് വെബ്സൈറ്റും അത് ലോഞ്ച് ചെയ്യുന്നതും അതിലേക്ക് എങ്ങനെയാണ് നമ്മളൊരു തീം അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ളതാണ്. ഇത്ര നിങ്ങൾ ചെയ്യാനുള്ള എഡിറ്റ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ നിങ്ങൾ വരുത്തിയ ചേഞ്ചസ് അപ്ഡേറ്റഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് എക്സിറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ
വെബ്സൈറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സുബിൻ ഡിജിറ്റൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡിലുള്ള 2-3 കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തു. നമ്മളൊരു ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പേജിലുമുള്ള പല കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് വിത്ത് എലമെൻറ്റർ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഹോസ്റ്റിംഗ് പ്ലാനാണ്. അപ്പോൾ മോമോ ഹോസ്റ്റ് എന്ന് പറയുന്ന പ്ലാനിൽ നിന്ന് നിങ്ങളൊരു വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുക. 1700 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് വിത്ത് SSL സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വേർഡ്പ്രസ് ബാക്കെൻഡുമൊക്കെയുള്ള നല്ലൊരു വെബ്സൈറ്റാണ് ക്രിയേറ്റ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവരും മുമു ഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എടുത്തു പറയാം. മുമു ഹോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ വളരെ ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടുകൾ, അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ടും അതുപോലെ തന്നെ വാട്സാപ്പ് സപ്പോർട്ട്, കോൾ സപ്പോർട്ടൊക്കെ ലഭിക്കും. എല്ലാ ലാംഗ്വേജുകളിലും ഹിന്ദി, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഈ ലാംഗ്വേജുകളിൽ നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, 30 days മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ തന്നെ പല പ്ലാനുകളിലും സെയിം പ്രൈസ് തന്നെയാണ് ഉള്ളത്. നമ്മുടെ സെർവർ ലൊക്കേഷൻ വരുന്നത് മുംബൈ ആണ്. പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനായിട്ട് മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അഫിലിയേറ്റ് ലിങ്ക് വഴി പോയി നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതിനെ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമു ഹോസ്റ്റിൻ്റെ ചാറ്റ് സപ്പോർട്ടിൽ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടും രേഖപ്പെടുത്താം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സുബിൻ.